ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വ്ളോഗിലൊരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ട്. മലബാർ സ്പെഷ്യൽ വിഭവമായിട്ടുള്ള എല്ല് കറിയുടെ റെസിപ്പിയാണ്. പിന്നെ റൂയി ബേബിക്ക് വാങ്ങിച്ചിട്ടുള്ളൊരു ബേബി ആക്സസറി അൺബോക്സിങ് കൂടി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എല്ല് കറി എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഇതൊരു മലബാർ സ്പെഷ്യൽ വിഭവമാണ് എല്ല് കറി. അതായത് ബീഫിൻ്റെ എല്ല് വെച്ചിട്ടുള്ള നല്ല നാടൻ ടേസ്റ്റുള്ള ഒരു കിടിലൻ എല്ല് കറിയാണ്. ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കഴിച്ചിരിക്കണം. അത്രയും ടേസ്റ്റാണ്. പുട്ടിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മലബാർ സ്പെഷ്യൽ എല്ല് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കിലോ എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് വേണം നമുക്കിതിലേക്ക് എടുക്കാൻ. പിന്നെ അതുപോലെ നമ്മൾ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചില ബീഫ് കറി എത്ര ഉണ്ടാക്കിയാലും നന്നാവാറില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബീഫ് വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം നല്ല ബീഫൊക്കെ വാങ്ങിക്കണം. അത് നോക്കിയും കണ്ടിട്ടും വാങ്ങിക്കണം, എന്നാലേ നമുക്ക് കറി വെച്ചാലൊക്കെ നന്നാവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വാങ്ങിച്ചിട്ടുള്ളത് ലുലുന്നാണ്. ലുലുന്ന് ഇതുപോലെ പാകിസ്ഥാനി ബീഫാണ് വാങ്ങിച്ചിട്ടുള്ളത്. UAയിലുള്ളവരാണെങ്കിൽ ഇതുപോലെ പാകിസ്ഥാനി ബീഫ് ഒന്ന് വാങ്ങിച്ച് നോക്കൂ. ഇറച്ചി പീസാണെങ്കിലും എല്ലോട് കൂടിയിട്ടുള്ളതാണെങ്കിലും ഇതിപ്പോൾ ഷോൾഡറിൻ്റെ ബോൺസൊക്കെ കൂടിയിട്ടുള്ള ഷോൾഡർ പീസാണ് എടുത്തിട്ടുള്ളത്, എല്ലോട് കൂടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാനി ബീഫ് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഇന്ത്യൻ ബീഫിനേക്കാളും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ പാകിസ്ഥാനി ബീഫ് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുത്തിട്ട് ഇതുപോലെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് സംഭവങ്ങൾ ചേർത്ത് കൊടുക്കാറുണ്ട്. ഒരു ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ മസാലപ്പൊടികളായിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 ടീസ്പൂണ് നിറയെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഞാനിവിടെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ നിറയെ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി. അപ്പോൾ ടീസ്പൂൺ ടേബിൾ സ്പൂണൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. പിന്നെ നമ്മൾ ഉള്ളി തക്കാളി ഇതൊക്കെ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റാണ് നമ്മൾ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാക്കണം കേട്ടോ. ഇതുപോലെ തന്നെ ഉണ്ടാക്കണം. ഇത് കിഡിലൻ ടേസ്റ്റാണ്, ഞാൻ ഗ്യാരണ്ടിയാണ്. അത്രയും ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഈ എല്ലൊക്കെ മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട, അത് മുങ്ങി കിടക്കുന്ന പരുവത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നമ്മൾ പ്രഷർ കുക്ക് ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഇവിടെ 3 വിസിൽ വരുന്ന വരെ പ്രഷർ കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എടുക്കുന്ന ബീഫ് എത്രത്തോളം വേവുണ്ടെന്നുള്ളത് നോക്കിയിട്ട് വേണം പ്രഷർ കുക്ക് ചെയ്യാൻ. 90% ഇത് വെന്തിരിക്കണം. ബാക്കി 10% നമ്മൾ മസാലയുടെ കൂടെ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അത് റെഡി ആകുമ്പോഴേക്കും നമുക്ക് പുട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. വീറ്റ് പുട്ടുപൊടിയാണ് ഇത്. ഞാൻ മുമ്പ് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ കൊടുത്തയച്ചിരുന്ന ഗിഫ്റ്റിലുള്ളതാണ്. അപ്പം ഞാൻ അന്ന് നോർമൽ പുട്ടുപൊടി വെച്ചിട്ടാണ് പുട്ട് തയ്യാറാക്കുന്നത് കാണിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ ഗോതമ്പ് പുട്ടുപൊടിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് എടുക്കുന്നുണ്ട്. അപ്പം ഇവരുടെ ഈ ഒരു പുട്ടുപൊടിയിൽ ഞാനിപ്പോൾ ഇത് കാണിക്കാൻ കാരണം, നമ്മൾ സാധാ ഗോതമ്പ് പൊടി വെച്ചിട്ട് പുട്ടുപൊടി ഉണ്ടാക്കുകയാണെങ്കിൽ, പുട്ട് തയ്യാറാക്കുകയാണെങ്കിൽ അത്ര തരി ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ ഭയങ്കര തരിയാണ്, തരിയായിട്ടുണ്ട്. അതായത് ഒരു പുട്ടിൻ്റെ പരുവത്തിൽ തന്നെയാണ് ഈ ഒരു പൊടി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്ലെൻഡറിലിട്ടിട്ട് പൊടിച്ചെടുക്കേണ്ടെന്ന് ആവശ്യമില്ല. ജസ്റ്റ് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. സാധാ പച്ചവെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം 2 കപ്പ് പുട്ടുപൊടിയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഗോതമ്പ് പുട്ടുപൊടിയിലേക്ക് നമ്മൾ 1 കപ്പ് പുട്ടുപൊടിയിലേക്ക് 1 കപ്പ് വെള്ളം, അങ്ങനത്തെ ഇതൊന്നും മെഷർമെൻ്റ് ഒന്നും ഇല്ല കേട്ടോ. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ 2 കപ്പിലേക്ക് 1 കപ്പ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇതിന് പുറകെ എഴുതിയിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 2 കപ്പ് പുട്ടുപൊടിയിലേക്ക് 1 കപ്പും കുറച്ചുകൂടെ മാത്രമേ വെള്ളം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് വെള്ളം വേണ്ട. ഈ ഒരു പരുവത്തിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് പുട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഉള്ളിയൊക്കെ തൊലിക്കാനുണ്ട്. അപ്പം അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണമല്ലോ.
അപ്പോൾ നമ്മുടെ ഈ എല്ല് കറിയിലേക്ക് മെയിനായിട്ട് വേണ്ടത് ചെറിയ ഉള്ളി തന്നെയാണ്. ചെറിയ ഉള്ളിയും ഒരു 2 കുഞ്ഞ് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പം ചെറിയ ഉള്ളി അത്യാവശ്യം എടുക്കുക. ഒരു 2 പിടിയോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ 2 കുഞ്ഞ് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി ഒരുപാടൊന്നും വേണ്ട, പക്ഷെ ഇത്ര തന്നെ എടുക്കുക കേട്ടോ. ചെറിയ ഉള്ളി കൂടുതലായിട്ട് എടുക്കുക. ഇനി ഇത് വലിയ ഉള്ളി നമ്മൾ കുഞ്ഞതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ അത് മസ്റ്റാണ്. വല്ലാണ്ട് നമ്മൾ എന്താ പറയുക വഴറ്റിയെടുക്കുന്നില്ലല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ട് നല്ല കുഞ്ഞതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ ചോപ്പറിലാണ് ഈ വലിയ ഉള്ളി ചോപ്പ് ചെയ്തെടുക്കുന്നത്. കറിയിലിങ്ങനെ ഒരുപാട് ഇങ്ങനെ കടിക്കുന്ന പരുവത്തിലൊന്നും ഉള്ളി കിടക്കരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് എന്താ പറയുക ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചോപ്പർ ഏതാണ് ബ്രാൻഡെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചോപ്പറാണ്. ഷെഫ് ലൈൻ ആണെന്ന് തോന്നുന്നു. ഞാൻ അതിൻ്റെ ബോക്സ് കളഞ്ഞു പോയിട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് അതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഇഞ്ചി ചേർത്തിട്ടില്ല. ഇഞ്ചി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ചോപ്പറിലിട്ട് കൊടുക്കുക. ഇഞ്ചി എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത്. അതുകൊണ്ട് ഒരു ടേസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാന് ചൂടാക്കാൻ വയ്ക്കുക. അതുപോലെ നമ്മുടെ പ്രഷർ കുക്കർ ഇപ്പം 3 വിസിൽ വന്നിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലുകറി തയ്യാറാക്കാനുള്ള എല്ലൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരു 90% വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലുണ്ട്. വല്ലാണ്ട് വെന്ത് ഉടയരുത്, കാരണം നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് ഒന്നും കൂടി കുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലത്തെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ മസ്റ്റാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഇങ്ങനെ അത്യാവശ്യം ഒഴിച്ചു കൊടുക്കുക. ഉള്ളി വഴണ്ട് കിട്ടാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആദ്യം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം. അതുപോലെ നേരത്തെ നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്തില്ലേ, ചതച്ച് മീൻസ് ചോപ്പ് ചെയ്തെടുത്തല്ലോ, അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു സോഫ്റ്റ് ആവുന്ന വരെ നമ്മൾ വഴറ്റിയെടുക്കണം. പിന്നെ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് വഴണ്ട് കിട്ടും, നന്നായിട്ട് സോഫ്റ്റായിട്ടും കിട്ടും. അപ്പം കൂടുതൽ ഇത് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷമാണ് നമ്മൾ ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നല്ല സോഫ്റ്റായിട്ട് ചെറിയൊരു ഗോൾഡനായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി നന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. തക്കാളി കുഞ്ഞതായിട്ട് അരിയണമെന്നൊന്നുമില്ല, പെട്ടെന്ന് ഉടഞ്ഞു കിട്ടുമല്ലോ. അപ്പോൾ സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം 1 ടേബിൾ സ്പൂൺ നിറയെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂണ്. എരിവ് കൂടുതൽ താല്പര്യമുള്ളവർക്ക് സാധാ റെഡ് ചില്ലി പൗഡർ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്, നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു മസാലയുടെ കുത്തൊക്കെ പോകണം. അപ്പോൾ അതിനായിട്ട് കുറച്ചൊന്ന് വഴറ്റിയെടുത്ത ശേഷം കുറച്ച് ഈ ബീഫ് വേവിച്ച് വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ച് മാത്രം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ആ മസാല ഒന്ന് വെന്തിട്ടട്ടെ. നമ്മൾ വേറെ സെപ്പറേറ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. പിന്നെ ഇതിലേക്കൊക്കെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ ഇതുപോലത്തെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുക്ക് ചെയ്ത ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ, പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. അപ്പം എന്താ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ ഒന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്യുക. ഒരു 1-2 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തോട് കൂടിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. പിന്നെ നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കുക്ക് ചെയ്ത ഏതൊരു സാധനം ഉണ്ടാക്കുകയാണെങ്കിലും ഏത് കറിയാണെങ്കിലും അതിലേക്ക് നമ്മൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ അത് ചൂടുവെള്ളം വേണം. അത് പലർക്കും പറ്റുന്നൊരു മിസ്റ്റേക്കാണ്. നമ്മൾ സാധാ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വെള്ളം പോലെ ഉണ്ടാവും കറി. അപ്പോൾ ഒരു ഉപ്പും പുളിയൊന്നും പിടിക്കാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക.
ഇനി ഇതൊരു 5-8 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ബീഫ് അധികം വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നേരം നമുക്ക് അവിടെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഞാൻ പുട്ടൊന്ന് റെഡിയാക്കട്ടെ കേട്ടോ. ഞാനിപ്പോൾ ഈ പുട്ടും എല്ലുകറിയും സെർവ് ചെയ്യാൻ പോകുന്നത് ഡിന്നറിനാണ് കേട്ടോ. അതുപോലെ ഞാൻ ഈദിൻ്റെ അന്ന് ഒരു ബീഫ് ചില്ലി റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതും കണ്ടു നോക്കുക. അത് കിടിലൻ ടേസ്റ്റിലുള്ളൊരു സ്പെഷ്യൽ ബീഫ് ചില്ലി റെസിപ്പിയാണ്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവുന്നൊരു റെസിപ്പിയാകും. അപ്പോൾ പുട്ട് അവിടെ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പുട്ടും എല്ലുകറിയും റെഡി ആയിട്ടുണ്ട്. എല്ലുകറി ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലുകറി ഇതുപോലെ ഇരിക്കണം. എണ്ണയൊക്കെ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞ് വന്നിട്ട് നല്ല റെഡ് കളറിൽ കിടക്കും. ഇത് മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വന്നാൽ കേട്ടോ. ഈ ഒരു പരുവം ആവുന്നവരെ നമ്മൾ കുക്ക് ചെയ്യണം. ഒരു 5-8 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതുപോലെ ഉണ്ടാകും. പിന്നെ കുറച്ച് നേരം ആ ഒരു കറി അങ്ങനെ അടച്ച് വെക്കണം ആ ചൂടോട് കൂടിയിട്ട്. അപ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരിക. പിന്നെ നമ്മുടെ ഗോതമ്പ് പുട്ടും, പൊൻകതിറിൻ്റെ ഗോതമ്പ് പുട്ടും. അപ്പോൾ എല്ലുകറിയും സാധാ ബീഫ് കറിയും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാ ബീഫ് കറിയേക്കാളും ഒത്തിരി ടേസ്റ്റാവും എല്ല് കറി. കാരണം ബീഫിൻ്റെ എല്ല് കൂടുതൽ ചേർത്തിട്ട് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഭയങ്കര ഒരു നാടൻ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അത് ഉണ്ടാക്കി നോക്കിയവർക്ക് അല്ലെങ്കിൽ കഴിച്ചവർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ആ എല്ലിൽ നിന്ന് ബീഫ് ഇങ്ങനെ കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് അത് നമ്മൾ കഴിച്ച് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നാടൻ രുചിയിലുള്ള എല്ല് കറി. അപ്പോൾ പറഞ്ഞ പോലെ ഇതുവരെ എല്ല് കറി കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ UAE-ലുള്ളവരാണെങ്കിൽ ഇതുപോലെ പാകിസ്ഥാനി ബീഫിൻ്റെ ഷോൾഡർ ബോൺസൊക്കെ വാങ്ങിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ബീഫ് നന്നായിട്ടില്ലെങ്കിൽ കറി മൊത്തം ഫ്ലോപ്പ് ആവും. അപ്പോൾ നല്ല ബീഫിനെ വാങ്ങിച്ചിട്ട് ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പുട്ടും കട്ടൻ ചായയും അതുപോലെ ബീഫ് കറിയല്ല എല്ല് കറിയും കിടിലൻ കോമ്പിനേഷനാണ്. അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു വേവ് മതിയാകും. അപ്പോൾ നമ്മൾ ആദ്യം പ്രഷർ കുക്ക് ചെയ്ത സമയത്ത് ജസ്റ്റ് ബീഫിൻ്റെ വേവ് ഒന്ന് നോക്കണം. എന്നിട്ട് വേണം നമ്മൾ വീണ്ടും ഒന്നും കൂടെ മസാലയിലിട്ടിട്ട് കുക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ പുട്ടും ബീഫും കോമ്പിനേഷൻ കഴിച്ചിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ആ ഒരു കോമ്പിനേഷൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് അറിയാം. അപ്പോൾ അത്രയും രുചിയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കും വേണം കേട്ടോ. നമ്മുടെ ഐഷാസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൻ ഉണ്ട്, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. പിന്നെ ഈ ഒരു അൺബോക്സ് ചെയ്യുന്ന ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് പെരുന്നാളിൻ്റെ അന്ന് രാത്രിയായിരുന്നു. അപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് എടുത്തു വെച്ചതാണ്. പിന്നെ അന്നത്തെ വീഡിയോ ഈദ് വ്ളോഗിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഈദ് വ്ളോഗിന് നല്ല ലെങ്തി ആയിരുന്നു. അപ്പോൾ ഞാനത് ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. കാരണം കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബേബിക്ക് വാങ്ങിച്ചിട്ടുള്ള ആ ഒരു ടോയ് നിങ്ങൾ ഒന്ന് അൺബോക്സ് ചെയ്യുന്നത് കാണിക്കാമോ എന്നൊക്കെ. ഞാൻ അൺബോക്സ് ചെയ്യുന്നത് കാണിക്കാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഇത് ഒരുപാട് പേർക്കൊക്കെ ഇൻട്രസ്റ്റ് ആണെന്ന് തോന്നുന്നു ഇതുപോലെ അൺബോക്സിങ് വീഡിയോസൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ എല്ലാ വ്യൂവേഴ്സും ഒരേ ടേസ്റ്റ് ആവണമെന്നില്ലല്ലോ. ചില വ്യൂവേഴ്സിന് ഇതുപോലത്തെ അൺബോക്സിങ് വീഡിയോസ് അല്ലെങ്കിൽ മക്കളുടെ വ്ളോഗ്സൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. പക്ഷേ ചിലർക്ക് ഇതുപോലൊന്നുള്ളത് കാണാൻ താല്പര്യമില്ല, റെസിപ്പി മാത്രം മതി എന്നാണ് പറയാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഞാൻ മിക്സഡ് ആയിട്ടാണ് കൊടുക്കുന്നത് തന്നെ. അപ്പം ഇത് കാണാൻ, ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമില്ലാത്തവർ ദയവായിട്ട് ക്ഷമിക്കുക. റീനു റോസും കൂടിയാണ് ഇപ്പം ഈ ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യുന്നത്. കുട്ടിക്ക് എന്ത് സാധനം വാങ്ങിച്ചാലും അത് വേഗം തുറന്നു നോക്കാനും കുട്ടീനെ അതിൽ കളിപ്പിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് രണ്ടുപേർക്കും.
അപ്പോൾ രണ്ടാളും കൂടി വലിയ കാര്യത്തിൽ അത് അൺബോക്സ് ഒക്കെ ചെയ്തു. പിന്നെ അവർക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കുറച്ച് ഫിക്സ് ചെയ്തപ്പോഴേക്കും പിന്നെ കൺഫ്യൂഷനായി. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു ഇത് മോൾക്ക് അത്ര ഉപയോഗമൊന്നും ഉണ്ടാവില്ല, അതിൽ കിടക്കാനൊന്നും പോകണില്ല എന്ന്. പക്ഷേ ഇപ്പോൾ അവൾ നന്നായി അതിൽ കിടക്കുന്നുണ്ട്. ആ ഒരു സൗണ്ടൊക്കെ കേട്ടിട്ട് അവിടെ കുറച്ച് നേരം മിണ്ടാണ്ടൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മുമ്പത്തെ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എപ്പോഴും എടുത്തുകൊണ്ട് നടക്കണം, ബെഡിൽ കിടത്തിയ കരയുന്നൊക്കെ. ഇപ്പം ഫസ്റ്റ് ദിവസം ഇതിൽ കിടത്തിയപ്പോഴൊക്കെ വലിയ അധികം മാറ്റങ്ങളൊന്നുമില്ലായിരുന്നു, അധികം കിടന്നിട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ അവൾക്കത് ഇഷ്ടമാവാൻ തുടങ്ങി. പിന്നെ അതിലിങ്ങനെ ഈ കളേഴ്സൊക്കെ നോക്കിയിരിക്കാനും പിന്നെ അതുപോലെ അതിൽ ഒരു മ്യൂസിക് ഉണ്ട്, അപ്പോൾ അതൊക്കെ കേട്ടിരിക്കാനൊക്കെ തുടങ്ങി. പിന്നെ അവൾ അതിൽ കിടന്ന് കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ എടുത്ത് നടക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതിൽ കിടത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ അതിലിങ്ങനെ കിടന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.